കൊലച്ചോറാണോ? അല്ല, അടുക്കളയില് പ്രേമിച്ച് ഉണ്ടാക്കി വെച്ചിരുന്നത്. പ്രേമേച്ചിയോ? അല്ല, ഈയിടെയായിട്ട് നീ എന്നെ അങ്ങനൊന്നും വിളിക്കാറില്ലല്ലോ. വിളിക്കണമെന്ന് തോന്നി. ചോറ് പ്രേമിച്ച് തന്നെയാ ഉണ്ടാക്കിയത്. അതിനകത്ത് നീ വല്ല വിഷം കലർത്തി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. കുടിച്ച വെള്ളത്തില് നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അതാ. ഇനി വിശ്വസിക്കാമോ? അല്ല, ഞങ്ങളുമായിട്ടൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നല്ലോ, ഇന്നെന്ത് പറ്റി? ഇന്ന് മാത്രമല്ല, ഇനി ഇന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ചില തെറ്റുകൾ പറ്റി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനെല്ലാം തിരുത്താൻ പോവാ. നീ എന്തിനാടി വെറുതെ നാടകം കളിക്കുന്നത്? ഒരിക്കൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറി ഞങ്ങളുടെ എല്ലാം മനസ്സ് കീഴടക്കിട്ടാ നീ എന്റെയും ദേവികയുടെയും കല്യാണം കളിക്കിയത്. എന്റെ ജീവിതം നശിപ്പിച്ചതും അതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. അതുകൊണ്ട് പറ്റിക്കാൻ നോക്കാതെ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി തരാൻ നോക്ക്. മോളെ, നീ ചോറ് വിളമ്പ്. എനിക്ക് വേണ്ട. ഇവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഭക്ഷണം വാങ്ങി കഴിക്കില്ല. എനിക്കും വേണ്ട. എന്നെ സ്റ്റേഷനിൽ കയറ്റിയോളാ ഇവള്. നിന്നെ ഞാൻ ചത്താലും വിശ്വസിക്കത്തില്ലടി. എനിക്കും നിന്നെ അങ്ങോട്ട് വിശ്വാസമില്ല. അനുഭവം അതാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ തന്നെ എടുത്ത് കഴിച്ചോളാം. സഹായിക്കണമെന്നില്ല. ഇതെന്താ ഇവളിങ്ങനെ? അത്ഭുതമാണല്ലോ. ഒന്നുകിൽ അവൾ ഇതുവരെ മറ്റൊരു ലോകത്തായിരുന്നു, അവിടെ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്നു. അല്ലെങ്കിൽ സിദ്ധു പറഞ്ഞതുപോലെ അവൾ എന്തിനോ വേണ്ടി ഒരുങ്ങുകയാ. ആ പറഞ്ഞതിനാണ് സാധ്യത. എന്തിനോ വേണ്ടി തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാ ഈ മാറ്റം. അയ്യോ ദൈവമേ, എന്തായിരിക്കും ഇനി അടുത്തത്? ചേച്ചി അതിന് പേടിക്കണ്ട. എന്തായാലും നമ്മളത് നേരിടും.